الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. എറണാകുളം പദത്തിലെ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ്. ഇതില് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് വിവാഹ പേടിയുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് നമ്മളുടെ പുതിയ തലമുറയിൽ അതിലും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കൂടുതലും പെൺകുട്ടികളിൽ കാണുന്ന വിവാഹത്തോടുള്ള വിമുഖത, വിവാഹം വൈകിപ്പിക്കുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താന്ന് വെച്ചാൽ വിവാഹം കഴിച്ചാലും അത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതിൽ പല പ്രശ്നങ്ങളും സംഭവിച്ചേക്കാം. അപ്പൊ ചിലപ്പോ പിന്നെ അത് വേർപിരിയപ്പെട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ ആ വേർപിരിയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാമിലിക്ക് ഒരു ബേർഡൻ ആവരുത്, ഒരു ഭാരമാകരുത്. അപ്പൊ എനിക്ക് സ്വന്തമായി നിൽക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണമെങ്കിൽ പിന്നെ ഞാൻ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം നേടുകയും നല്ലൊരു ജോലിയും വരുമാനവും നേടണം. അപ്പൊ ആ വരുമാനത്തിലേക്ക് എത്താൻ എൻ്റെ കരിയർ ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് വേണം. അതിന് ചിലപ്പോൾ ഒരു 10, 25, 26, 27 വയസ്സാകും. അപ്പോ ആ വയസ്സ് വരെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? മൈക്രോഫോൺ ഒഴിവാക്കിയാലേ. ഓക്കെ അല്ലേ? സൗണ്ട് ഇല്ലേ? ഓക്കെ അതുകൊണ്ട് കേൾക്കണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അപ്പൊ അതുവരെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം. ഇതാണ് എല്ലാവരും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ആദ്യം നിൽക്കുന്ന കാരണം. പിന്നെ അതിന്റെ പിന്നാലെ ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ അവരെ ഫീഡ് ചെയ്യുന്നത് പുതിയ കാലത്ത് ലിബറൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഫീഡുകളിൽ നിന്ന് അവർ ഫീഡ് ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോ നമ്മൾ അടിമകളെ പോലെ ആവും, നമ്മൾ പുരുഷാധിപത്യത്തിന്റെ കീഴിലാവും. ഇങ്ങനെയുള്ള പിന്നെ കുറെ കാരണങ്ങൾ, നമ്മൾ വീട്ടു ജോലി എടുത്ത് കഴിയേണ്ടി വരും, ജോലിക്ക് പോകാൻ കഴിയില്ല, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊക്കെ ഒരു പേടിയായിട്ട് ഉള്ളിൽ വരുന്നതാണ്. ഇവിടെ ഒന്നാമതായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ വാഹനം ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം എടുത്ത് നോക്കും. ഇപ്പൊ ഇന്ത്യയിൽ ഒരു മണിക്കൂറിൽ 17 പേര് ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട്. കണക്ക് പ്രകാരം 17 പേര്. അപ്പൊ ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ വാഹനം ഓടിച്ചു പോയാൽ ഇത് ആക്സിഡന്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അപ്പോ ഞാൻ വാഹനത്തിൽ പോകണ്ട എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞു. നമ്മൾ ദിവസവും ആളുകൾ മരിക്കുന്നത് കാണുന്നുണ്ട് വാഹനാപകടത്തിൽ. അപ്പൊ നമ്മൾ പോകുന്ന വാഹനം തന്നെ ചിലപ്പോൾ ആക്സിഡന്റ് ആകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലാവും, നമ്മൾ കിടക്കും. എന്നാലും നമ്മൾ വീണ്ടും റോഡിലൂടെ വാഹനത്തിൽ പോകും. ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീണ്ടും കയറി പോകുന്നത് അതേപോലെ ഒരു വാഹനത്തിൽ കയറിയിട്ടായിരിക്കും നമ്മൾ പോവുക. അപ്പൊ അവിടെയൊന്നും നമുക്ക് ഈ പേടി വരുന്നില്ല. കാരണം ഒരു മണിക്കൂറിൽ 17 ആള് മരിക്കുമ്പോൾ അതിൽ ഞാൻ മരിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്. പക്ഷെ അവിടെ എന്തുകൊണ്ട് പേടി തോന്നുന്നില്ല എന്ന് വെച്ചാൽ, അവിടെ ആരും ക്യാമ്പയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു ദിവസം ഒരു മണിക്കൂറിൽ 17 പേര് മരിക്കുന്നുണ്ട്, അപ്പൊ ഇനി നിങ്ങൾ ആരും വാഹനത്തിൽ കയറരുത്, വാഹനത്തിൽ കയറിയാൽ നിങ്ങളും മരിച്ചേക്കാം എന്ന് നിരന്തരം ഇവിടെ ആരും പറയുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മളെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ വാഹനത്തിൽ പോകണം. അപ്പൊ നമ്മുടെ വാഹനവും ചിലപ്പോൾ ഇടിച്ചേക്കാം, അതിനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ വാഹനങ്ങൾ കയറി നമ്മളെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ വിവാഹം മുടങ്ങിയേക്കാം, ചിലപ്പോൾ അതിലെന്തെങ്കിലും സംഭവിച്ചേക്കാം, സാധ്യതയുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് വിവാഹ ജീവിതവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിവാഹത്തിനെതിരെ നിരന്തരമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവാം, നിങ്ങൾ ഫിനാൻഷ്യലി ഇതാവാം, നിങ്ങളുടെ ഭർത്താവ് ഇട്ടിട്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും, അപ്പൊ നിങ്ങൾ പിന്നെ എങ്ങനെ നിങ്ങൾ ജീവിക്കും, നിങ്ങൾ സ്വന്തമായിട്ട് ജോലി വേണ്ട, നിങ്ങൾ കുടുംബത്തിന് ഭാരമാവില്ല. ഇത് നിരന്തരം വളർന്നു വരുന്ന പെൺകുട്ടികൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ കേട്ടുകൊണ്ടേയിരിക്കുന്നതിൽ നിന്ന് ഇവരെടുക്കുന്ന തീരുമാനമാണ് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളത്. ഇന്ത്യയിൽ ഒരു വർഷം 1000 വിവാഹം കഴിക്കുമ്പോൾ 13 ഡൈവേഴ്സ് ആണ് നടക്കുന്നത്. 1000 വിവാഹത്തിൽ 13 ഡൈവേഴ്സ്. ബാക്കി 987 കുടുംബങ്ങളും നല്ല രൂപത്തിൽ പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഡൈവേഴ്സ് റേറ്റ് വളരെ കുറവാണ് നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ അതിൽ എത്ര കുടുംബങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ വേറെ കാര്യങ്ങളാണ്. പക്ഷെ അപ്പൊ അത്രയും കുറവാണ് സത്യത്തിൽ ഡൈവേഴ്സുകൾ നടക്കുന്നത്. പക്ഷെ ഈ പേടി കൂട്ടുന്ന കാര്യങ്ങളിൽ നിരന്തരമായ ക്യാമ്പയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, ഇനി നമ്മളൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മളൊരു ആണിനെ നോക്കുക. ഇപ്പൊ നമ്മൾ വിവാഹം ആലോചിക്കുമ്പോൾ ഒരു ആണിൽ എന്തൊക്കെയാണ് നോക്കുക? ആണിന്റെ അവന്റെ ജോലി, അവന്റെ സാലറി, അവന്റെ എത്ര സ്വത്തുക്കളുണ്ട്, വീട് എങ്ങനെയാണ്, ഇങ്ങനെ ആണിന്റെ അസറ്റ് ആണ് നമ്മൾ നോക്കുക. ആണിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് ആണ് നോക്കുക, ഇവന് ഏത് പദവിയിലാണ്, എങ്ങനെയാണെന്നൊക്കെ. അതേസമയം പെണ്ണിൻ്റെത്
ഒരാണ് ഒരു പെണ്ണിനെ നോക്കുന്ന സമയത്ത് പെണ്ണിന് വിവാഹം ആലോചിക്കുമ്പോൾ നോക്കുക പ്രധാനമായിട്ടും അവളുടെ ബ്യൂട്ടിയാണ് നോക്കുക, സൗന്ദര്യമാണ് നോക്കുക. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെണ്ണിന്റെ സൗന്ദര്യവും ഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ അവള് എത്രത്തോളം പ്രസവിക്കാനുള്ള ശേഷി, ഒരു ഫെർട്ടിലിറ്റി ഉണ്ട്. ആ ഫെർട്ടിലിറ്റി എല്ലാ ആണുങ്ങൾക്കും പ്രധാനപ്പെട്ടാണ്. നമ്മൾ ബോധപൂർവം ചിന്തിച്ചില്ലെങ്കിലും ആണുങ്ങൾ കൂടുതൽ നോക്കുന്നതും ശരീര സൗന്ദര്യത്തിൽ നോക്കുന്നതൊക്കെ സൗന്ദര്യവും ഫെർട്ടിലിറ്റിയാണ്. അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ സ്ട്രെങ്ത്, അവളുടെ ഫെർട്ടിലിറ്റിയും അവളുടെ ബ്യൂട്ടിയും ഏറ്റവും ഹൈ ആയി നിൽക്കുന്നത് അവളുടെ കൗമാരത്തിലും 20കളിലുമാണ്. അവളുടെ പിന്നെ 20 വരെയുള്ള വയസ്സ്, അതുപോലെ 30 വരെയുള്ള വയസ്സുകളിലാണ്. അതേസമയം ആണിന്റെ സ്ട്രെങ്ത് എന്നുള്ളത് അവന്റെ അസറ്റ്, അവൻ സമ്പാദിച്ചു കൂട്ടുന്ന അവന്റെ പ്രോപ്പർട്ടി, അവന്റെ സോഷ്യൽ സ്റ്റാറ്റസ്, ഞാൻ ഇന്നതാണ്, ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്, പ്രസിഡന്റാണ്, ഇന്ന പിന്നെ സംഘടനയിൽ ഇന്ന പൊസിഷനിലാണ്, നാട്ടിൽ ഇന്ന ആളാണ്. ഇതൊക്കെ അവന്റെ കൗമാരത്തിലും 20കളിലും വളരെ ലോ ആയിരിക്കും. പക്ഷെ ആണിന്റെ സ്ട്രെങ്ത് പിന്നീട് കൂടും എന്നുള്ളതാണ്. അഥവാ ഒരാണിന്റെ സ്ട്രെങ്ത് ആയ വിവാഹ മാർക്കറ്റിൽ വിവാഹം അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെങ്ത് ആയ അവന്റെ അസറ്റ്, അവന്റെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇതെല്ലാം 40കളിലും 50കളിലും വളരെ ഉയർന്ന ഏറ്റവും ഉയർന്ന നിലയിലെത്തും എന്നുള്ളതാണ്. ഏതാണെങ്കിലും പിന്നീട് കൂടി കൂടി വരും. അതേസമയം പെണ്ണിന്റെ നോക്കുമ്പോൾ അവളുടെ ഏറ്റവും സ്ട്രെങ്ത് ആയ സൗന്ദര്യം, അവളുടെ ഫെർട്ടിലിറ്റിയും എന്നുള്ളത് 30 കഴിഞ്ഞാൽ കുറയുകയാണ് ചെയ്യുക. 40കളിലും 50കളിലും അത് വളരെ ലോ ലെവലിലേക്ക് പോകും. ഇവിടെയാണ് ഒരു പ്രശ്നം കിടക്കുന്നത്. ഇവിടെ ഈ പിന്നെ ലിബറൽ ആയിട്ടുള്ള ആളുകളുടെ ക്യാമ്പയിനിങ്ങിൽ നമ്മളുടെ കുട്ടികൾ വഞ്ചിതരാകുന്നത് പ്രധാനമായിട്ട് ഇവിടെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എത്രത്തോളം നമ്മളുടെ പിന്നെ വിവാഹം വേണ്ട, നമുക്ക് കരിയറാണ് വലുത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും പിന്നീട് നമ്മളൊരു വിവാഹത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാലും നമുക്കത് കിട്ടാത്ത അവസ്ഥ. അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ലാരി ഗോട്ട്ലിബ് എന്നുള്ളൊരു ഫെമിനിസ്റ്റ് എഴുതിയ പുസ്തകമുണ്ട്. മാരി എന്നുള്ളതാണ് പേര്. അവർ 40 വയസ്സ് വരെ വിവാഹം കഴിക്കാതെ കരിയറാണ് വലുതെന്നൊക്കെ പറഞ്ഞ് ജീവിച്ച് 40 വയസ്സാകുന്ന സമയത്ത് ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി വരിക, വൈകാരികമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ വരികയാണ്. ആ ഒറ്റപ്പെടലിനെ മറികടക്കാൻ ഒരു പാർട്ട്ണർ ആവശ്യമായിട്ട് വരും. ആ പാർട്ട്ണർ ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ 40 കഴിഞ്ഞിട്ടുള്ള പ്രായത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പാർട്ട്ണർ കിട്ടാതെ വരും. ആ കിട്ടാതെ വരുന്നതിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് മാരി എന്നുള്ളത്. ഇപ്പോ US ഒരു വർഷം മുമ്പ് വന്നൊരു വാർത്ത, ഒരു പെണ്ണ് ലിസ എന്നാണ് അവളുടെ പേര്. അവൾക്ക് പിന്നെ 40 വയസ്സ്, അതൊരു വെബ്സൈറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരതിൽ പറയും 40 വയസ്സ് വരെ ഞാൻ സിംഗിൾ ആയിട്ട് ജീവിച്ചു, ഞാൻ കരിയർ നോക്കി ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പാർട്ട്ണർ വേണം തോന്നിയപ്പോൾ ഒരു പാർട്ട്ണർ കിട്ടുന്നില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ റോഡിലെ ഹൈവേയിൽ വലിയ ഹോർഡിങ് വെച്ച് ബോർഡ്, ആ ബോർഡിൽ എഴുതി വെച്ച് marryLisa.com അവരുടെ വെബ്സൈറ്റ്. എന്നിട്ട് എന്തിനാ വെച്ചാല് ആർക്കെങ്കിലും അവരെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം വേറെ ആരും അവരെ വിവാഹം കഴിക്കാൻ വരുന്നില്ല. അപ്പൊ ഇന്നലെ വന്ന വാർത്ത, ഇന്നലെ ഈ ചൈനയില് ഈ മാരേജ് മാർക്കറ്റ് ഉണ്ട്. അഥവാ പിന്നെ വിവാഹം കഴിക്കാൻ നോക്കിയിട്ട് കിട്ടാത്തവരൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി, എല്ലാ ആഴ്ചയിലും നടക്കും. ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ചിലപ്പോൾ അവരുടെ പാരന്റ്സ് ഉണ്ടാവും. എന്നിട്ട് അവരവരുടെ ബയോഡാറ്റ ഞാൻ എന്താണെന്നൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ അവിടെ എഴുതി ഒട്ടിക്കും. അങ്ങനെ കുറെ ആളുകൾ വരുന്നിട്ട് അവർക്ക് ഏറ്റവും പറ്റിയ ആളുകളെ ആണും പെണ്ണും വന്നിട്ട് തെരഞ്ഞെടുക്കും. ഇന്നലെ മിഞ്ഞാന്ന് അവിടുന്ന് ഒരു 38 വയസ്സുള്ള പെണ്ണ്, അവർക്ക് ഏകദേശം $95,000 സാലറി ഉണ്ട്, വീടുണ്ട്, കാറുണ്ട്, വലിയ പൊസിഷൻ ഉണ്ട്. പക്ഷെ അവരെ ആരും വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പൊട്ടിക്കറിയാണ്. 38 വയസ്സുണ്ട്. അവർ പറയുന്നത് 38 വയസ്സായത് കൊണ്ടാണ് അവരാരും ചൂസ് ചെയ്യാത്തത് എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു പ്രായം കഴിഞ്ഞാൽ, ഇന്ന് ഒരു കൗമാരത്തിലും ഒരു 20കളിലും ഒരു പെണ്ണ് അവളുടെ ഒരു വലിയ സ്ട്രെങ്ത് ആയിട്ട് കൊണ്ട് നടക്കുന്ന സൗന്ദര്യം എന്നുള്ളത് 30ഉം 40ഉം കഴിഞ്ഞാൽ കുറയും എന്നുള്ളതാണ്. പക്ഷെ അതേസമയം പുരുഷന്റെ അസറ്റ് എന്നുള്ളത് കൂടും എന്നുള്ളതാണ്. ഇവിടെയൊക്കെ സത്യത്തിൽ ഈ സമയത്ത് നമ്മൾ വിവാഹം വേണ്ടാന്ന് വെക്കുന്നത്, അത് നമ്മൾ ചതിക്കപ്പെടുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത്, പിന്നെ നമ്മളുടെ പിന്നെ കുട്ടികളിൽ ഇപ്പോ വിവാഹം വേണ്ടെന്ന് വെക്കാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാരണം നമ്മളെ കുടുംബത്തിൽ അവർ കാണുന്ന ബന്ധങ്ങളാണ്. അപ്പൊ നമ്മളുടെ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ഇവര് ഒരു വിവാഹം ചൂസ് ചെയ്യാനും റിജക്ട് ചെയ്യാനുള്ള കാരണമായിട്ട് പറയും. അപ്പോ വീട്ടിന്റെ അകത്ത്, പിന്നെ അവരുടെ വീട്ടിന്റെ അകത്തൊരു സ്ത്രീ ആയിട്ട് അവരുടെ പിന്നെ മാതാവ്, അവര് എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അവർക്ക് എന്തൊക്കെ സപ്പോർട്ട് കിട്ടാതാകുന്നുണ്ട്, ഇതൊക്കെ പിന്നെ ഇവര് ഭാവിയിൽ, അതെ, ഇവര് കേൾക്കുന്ന സംഗതികളുണ്ട്, പല സ്ഥലത്തു നിന്നും കേൾക്കുന്ന സംഗതികൾ. പിന്നെ സ്ത്രീ വീട്ടിനകത്ത് മാത്രമാണ്, അടുക്കളയിൽ മാത്രമാണ്, അവർക്ക് എവിടേക്കും പോകാൻ കഴിയില്ല, അവർ ജോലിക്ക് പോകാൻ കഴിയില്ല, അവരുടെ കരിയർ നശിപ്പിക്കുകയാണ്. ഇതെല്ലാം ശരിയാണ് എന്നുള്ളത് നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതും വിവാഹം കഴിക്കാനുള്ള ഒരു തടസ്സമായിട്ട് മാറും. അപ്പോ സത്യത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇസ്ലാമില്, അവര് ബൈ ഡീഫോൾട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ഗ്യാരണ്ടീഡ് ആണ്. അവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ പോകാം, പോകാതിരിക്കാം. പോകാതിരുന്നാലും
അവർക്ക് നമ്മൾ പിന്നെ ഒരേ സ്റ്റാൻഡേർഡിലുള്ള പിന്നെ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം എല്ലാം കൊടുക്കണം എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാല് ഇപ്പോ പിന്നെ നമ്മൾ ധരിക്കുന്ന അതേ രൂപത്തിലുള്ള വസ്ത്രം അവർക്ക് കിട്ടണം എന്നുള്ളത് അവരുടെ അവകാശമാണ്. പിന്നെ അത് അവര് ചോദിച്ചു വാങ്ങേണ്ടതല്ല, നമ്മൾ കൊടുക്കണ്ടേ. രണ്ടാമത്തത് പിന്നെ പാർപ്പിടം, അവർക്ക് സ്വന്തമായിട്ട് വീട് വേണമെന്നുള്ളതാണ്. നമ്മള് സ്വാഭാവികമായിട്ടും നമ്മളുടെ പിന്നെ വാ നമ്മളുടെ പിതാവിന്റെ വീട്ടിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുക. സത്യത്തിൽ പിന്നെ ഭർത്താവിന്റെ വീടാണ് ഒരു പിന്നെ സ്ത്രീക്ക് കിട്ടേണ്ടത്. അപ്പൊ അതിന് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവും, വാടകയ്ക്ക് പോകണമെങ്കിൽ പോകാം, അതൊക്കെ നമ്മൾ വേറെ തീരുമാനിക്കേണ്ടതാണ്. അപ്പൊ ആ ഒരു വീട് അവർക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. മൂന്നാമത്തത് ഭക്ഷണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും എത്രത്തോളം ചർച്ച ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ വസ്ത്രം കൊടുക്കുമ്പോൾ നമ്മൾ ധരിക്കാൻ പാകത്തിന് കൊടുക്കും, വീട് കൊടുക്കുമ്പോൾ താമസിക്കാൻ പാകത്തിന് കൊടുക്കും, ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ പാകത്തിന് കൊടുക്കണോ എന്ന് വരെ ചർച്ചയുണ്ട്. അഥവാ നമ്മൾ ചിലപ്പോ വീട്ടില് പിന്നെ വിവാഹം കഴിച്ചു വന്ന കുട്ടിക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് സാധനങ്ങളാണ്, കുറെ പച്ചക്കറികള്, കുറെ പൊടികള്, മൈദകള്, പരിപ്പുകൾ, ഇതൊക്കെ. എന്നിട്ട് അവരത് ഉണ്ടാക്കി കഴിക്കണം. അതിന്റെ അപ്പുറത്ത് ചർച്ചകളുണ്ട്. അത് അത് കഴിക്കാൻ പാകത്തിനാക്കി കൊടുക്കൽ വരെ നമ്മളെ ബാധ്യതയാണോ എന്ന് വരെ ചർച്ചകളുണ്ട്. ഇനി പിന്നെ ജോലിക്ക് പോകണമെങ്കിൽ പോകാൻ പ്രശ്നമില്ല, പക്ഷെ അവരെ സമ്പാദ്യത്തിൽ നിന്ന് ഒന്നും കുടുംബത്തിലെ ചെലവിലേക്ക് എടുക്കേണ്ടതില്ല, ഒന്നും എടുക്കേണ്ടതില്ല. ഒരു ഭർത്താവിന് ഒരു 25,000 രൂപ സാലറി ഉണ്ട്, ഒരു ഭാര്യയ്ക്ക് 1,00,000 രൂപ സാലറി ഉണ്ട്. എന്നാലും ഈ 25,000 രൂപ കൊണ്ടാണ് കുടുംബത്തിന്റെ മുഴുവൻ ചെലവുകളും കഴിഞ്ഞു പോകുന്നത്. ആ 1,00,000-ൽ നിന്ന് ഒന്നും എടുക്കേണ്ടതില്ല. വേണമെങ്കിൽ കടമായിട്ടോ സ്വതക്ഷയായിട്ടോ എന്തെങ്കിലും കുടുംബത്തിലേക്ക് കൊടുക്കാം. അപ്പൊ അവർക്ക് പുറത്തേക്ക് പോകാൻ അനുവാദമുണ്ട്, അവർക്ക് ബിസിനസ് ചെയ്യാൻ അനുവാദമുണ്ട്, ജോലിക്ക് പോകാൻ അനുവാദമുണ്ട്, അല്ലെങ്കിൽ പിന്നെ പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അനുവാദമൊക്കെ ഉണ്ട്. പക്ഷെ ഹിജാബ് എന്നുള്ള ഒരൊറ്റ കാര്യം നോക്കണം എന്നുള്ളത്. ഹിജാബ് വന്നത് തന്നെ ശരിക്കും വീട്ടിലിരിക്കുന്ന സ്ത്രീക്ക് ഹിജാബിന്റെ ആവശ്യമില്ല. ഇസ്ലാമിൽ ഹിജാബ് പറയുന്നത് തന്നെ സത്യത്തിൽ സ്ത്രീ പുറത്തിറങ്ങണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ പുറത്തിറങ്ങേണ്ടി വരുമ്പോൾ ഹിജാബ് ധരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിൽ ഒരു പെണ്ണിന്റെ ഫ്രീഡത്തെ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള, ഒരു മനുഷ്യൻ എന്നുള്ള ഒരാളുടെ ഫ്രീഡത്തെ ഒരു നിലക്കും ഹനിക്കാത്ത രൂപത്തിലാണ് ഇസ്ലാം പിന്നെ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ കാണുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ താമസിക്കുന്ന നാട്ടിലെ ഒരു സംസ്കാരത്തെ, അവിടുത്തെ ഒരു കുടുംബ സംസ്കാരത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സാധനമുണ്ട്. ഇപ്പൊ വീട്ടിലെ ജോലികൾ ശരിക്കും വീട്ടിലുള്ള എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടാകുമ്പോൾ പെൺകുട്ടികളെ ചില പ്രത്യേക ജോലികൾ ഏൽപ്പിക്കുന്നു, ആൺകുട്ടികളെ വേറെ ചില ജോലികൾ ഏൽപ്പിക്കുന്നു എന്നൊരു സംഗതി ഇല്ല. ഇപ്പൊ ഒരു ഭർത്താവിനെ കൂടുതലായിട്ട് ഭാര്യ ഇഷ്ടപ്പെടുന്നത് തന്നെ, പുതിയ മെയ്റ്റിംഗ് സൈക്കോളജിയിലൊക്കെ പറയുന്നത്, വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ഭർത്താവിനെ ഭാര്യയ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെ ജോലികൾ ചെയ്യാറുണ്ടായിരുന്നു, എന്നിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പൊ വീട്ടിലെ ജോലി എന്നുള്ളത് സ്ത്രീ ചെയ്യേണ്ടത് അങ്ങനെ ഒരു സാധനമില്ല. ഇനിയിപ്പോ ഒരു സ്ത്രീ ആവശ്യപ്പെടുകയാണ്, ഇപ്പൊ വീട് എന്നുള്ളത് സ്ത്രീന്റെ ഉത്തരവാദിത്തമാണ്, അതിനനുസരിച്ച് അതിന്റെ അർത്ഥം വീട്ടിലെ ജോലികൾ മുഴുവൻ സ്ത്രീ ചെയ്യണം എന്നല്ല. വീട്ടിലെ ജോലി ആ വീട്ടിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് ചെയ്യാം. പുരുഷൻ എത്രത്തോളം പ്രസൻസ് അവിടെ ഉണ്ടോ ആ സമയത്ത് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് പ്രവാചകന്റെ മാതൃക. ഇനിയിപ്പോ ഒരു സ്ത്രീ പറയുകയാണ്, എനിക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ കഴിയണില്ല, എനിക്കൊരു ഹെൽപ്പിന് ഒരു ആള് വേണം എന്ന് പറയുകയാണെങ്കിൽ, അത് പിതാവിനോടും ഭർത്താവിനോടൊക്കെ ചോദിക്കാനുള്ള അവകാശമുണ്ട്. നമ്മളുടെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഒരു സ്ത്രീ ആവശ്യപ്പെട്ടാൽ അത് ശേഷി ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹു ഭർത്താവ് അലി റളിയല്ലാഹു ഉണ്ടാകുമ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അടുത്ത് പോയിട്ട്, ഞാൻ എനിക്ക് വീട്ടിൽ ജോലിക്ക് ഒരാളെ തരണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് വേറെ ചില കാരണങ്ങൾ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അത് ചോദിക്കാൻ, പിതാവിനോട് ചോദിക്കാൻ അവകാശമുണ്ട്. വീട്ടിൽ പ്രയാസപ്പെടുകയാണെങ്കിൽ പിതാവിനോട് ചോദിക്കുക, ജോലിക്ക് ഒരാളെ വെച്ച് തരണം, അല്ലെങ്കിൽ പിന്നെ പിന്നെ ഭർത്താവിനോട് ചോദിക്കുക, ഒക്കെ ചോദിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് നമ്മളുടെ ജീവിതം കാരണം, ഇപ്പൊ നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മൾ ഒരു നല്ല ദാമ്പത്യം നയിക്കാത്തത് കൊണ്ട് അതിന് സാക്ഷിയാകുന്ന മക്കൾ നമ്മളുടെ ദാമ്പത്യ ജീവിതം കണ്ട് വിവാഹം വേണ്ടാന്ന് വെക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ. കാരണം അവര് കാണുമ്പോൾ പുറത്തുനിന്ന് പറയുന്നതൊക്കെ സത്യമാണ് എന്നൊരു ചിന്ത അവരിലേക്ക് വരികയാണ്. അതല്ല നമ്മളുടെ പിന്നെ ദാമ്പത്യ ജീവിതത്തിലൂടെ മക്കൾക്ക് കൊടുക്കുന്നത്. നമ്മളുടെ ദാമ്പത്യ ജീവിതം കണ്ടുകൊണ്ട് നമ്മളുടെ മക്കൾ തീരുമാനിക്കണം എനിക്കും ഒരു വിവാഹം കഴിക്കണം എന്നുള്ളത്. ഇനി ഇത് നടന്നില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സിങ്കോണോമിക്സ് എന്നുള്ളൊരു പദമുണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കോയിൻ ചെയ്ത ടേമാണ്. അപ്പൊ സിങ്കോണോമിക്സ് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിലെ പോപ്പുലേഷൻ ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികമായ പ്രതിസന്ധിയാണ് സിങ്കോണോമിക്സ്. ഇപ്പൊ ചൈനയും ജപ്പാനോടൊക്കെ ഒരുപാട് രാജ്യങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. കാരണം ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് ഒരു റീപ്ലേസ്മെന്റ് ഫെർട്ടിലിറ്റി വാല്യൂ എന്ന് പറഞ്ഞ് ലോകത്ത് മുഴുവൻ 2.1 ആണ്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത്, ആ രാജ്യത്ത് ഇന്നുള്ള ജനസംഖ്യ അടുത്ത തലമുറയിൽ നിലനിൽക്കണമെങ്കിൽ ഒരു സ്ത്രീ 2.1 കുട്ടികളെ പ്രസവിക്കണം എന്നുള്ളതാണ് കണക്ക്. 10 സ്ത്രീകൾക്ക് 21 കുട്ടികൾ ഉണ്ടാവണം എന്നാണ് കണക്ക്. ഇതില്ലെങ്കിൽ നാളെ വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളതാണ്. ഇത്
UN അടക്കം ഒരുപാട് പേര് ഒരുപാട് വാർണിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇപ്പൊ ഇത് ഒരു രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നം. ഇപ്പൊ ജപ്പാനിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ പിന്നെ 60 വയസ്സിനുള്ള മേലുള്ള ആളുകൾ കൂടുന്നു എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ പുതിയ വിവാഹങ്ങൾ നടക്കുന്നില്ല, പുതിയ കുട്ടികൾ ഉണ്ടാവണില്ല. ഇപ്പൊ യങ് ജനറേഷൻ വളരെ കുറവ്. അവിടുത്തെ ആവറേജ് ഏജ് 42ആണ്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ആ രാജ്യത്തെ വൃദ്ധരെ സർക്കാർ നോക്കണം. അതേപോലെ യങ് പോപ്പുലേഷൻ, യുവാക്കൾ ഇല്ലാതായാൽ രാജ്യത്ത് ആരും ജോലി ചെയ്യുന്നവരുണ്ടാവില്ല. ആ ജോലി ചെയ്യുന്നവരുടെ എണ്ണം കുറയും, രാജ്യത്തിന് കിട്ടുന്ന വരുമാനം കുറയും. ആ രാജ്യം സാമ്പത്തികമായി പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോ അവിടെ ജപ്പാന്റെ പ്രസിഡന്റ് ഒരു 3 കൊല്ലം മുമ്പ് അവരുടെ പാർലമെന്റിൽ വന്ന്, അസംബ്ലിയിൽ വന്ന് പറയാണ്, നമുക്ക് ഇനി ഒരു ചൈൽഡ് ഫസ്റ്റ് എക്കണോമിയാണ് വേണ്ടത്. അഥവാ നമ്മളെ നാട്ടില് പെൺകുട്ടികളെ വിവാഹം കഴിക്കണം, അവർ പ്രസവിക്കണം, എന്നാലേ പുതിയ കുട്ടികൾ ഉണ്ടാവുള്ളൂ, ജനറേഷൻ ഉണ്ടാവുള്ളൂ. ഇത് ജപ്പാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ചൈനയും ഇതേപോലെ പ്രശ്നം നേരിടുകയാണ്. ചൈനയില് പിന്നെ ഒരു വർഷത്തിൽ പിന്നെ ഒരു സ്ത്രീ 2.1 കുട്ടികളെ എന്നുള്ള റീപ്ലേസ്മെന്റ് റേറ്റിന് പകരമായിട്ട് അവിടെ ഇപ്പോൾ 1.2 ആണുള്ളത്. അതായത് 1.2 പ്രസവിക്കുള്ളൂ. ജപ്പാനിൽ 1.3 ആണ്. കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൃദ്ധരുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വയോജന വകുപ്പൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൃദ്ധരുള്ള സംസ്ഥാനമായി കേരളം പിന്നെ മാറുന്നു. അതിന്റെ കാരണം എന്താ? വൃദ്ധര് കൂടുതൽ. അങ്ങനെ വൃദ്ധരെ എണ്ണം മാത്രം വെറുതെ കൂടൂല. പ്രപ്പോർഷനേറ്റ്ലി പുതിയ കുട്ടികൾ ജനിക്കാതാകുമ്പോൾ പ്രപ്പോർഷനേറ്റ്ലി വൃദ്ധരുടെ എണ്ണം കൂടി പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഒരു സ്ത്രീ 2.1 കുട്ടികളെ പ്രസവിക്കുന്നിടത്ത് 2018 കണക്ക് പ്രകാരം 1.8 കുട്ടികളെ പ്രസവിക്കുന്നുള്ളൂ. അപ്പോ കേരളവും അതേപോലെ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു നാട് സാമ്പത്തികമായി വലിയ പ്രയാസത്തിലേക്ക് പോകുന്നതാണ്. ഇപ്പൊ കേരളത്തിലെ കഴിഞ്ഞ 2-3 വർഷമായി 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. സർക്കാർ സ്കൂൾ, അത് പ്രൈവറ്റ് സ്കൂളിലേക്ക് പോകുന്നുണ്ടല്ല. കഴിഞ്ഞ 2 വർഷവും വിദ്യാഭ്യാസ മന്ത്രിമാര് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ പുതിയ കുട്ടികൾ ജനിക്കുന്നില്ല എന്നുള്ളതാണ്. പുതിയ കുട്ടികൾ ജനിക്കുന്നത് വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ വലിയ സാമൂഹിക ആഘാതങ്ങളിൽ പെട്ടതാണ്. മാത്രമല്ല, വിവാഹത്തിലൂടെ ഉണ്ടാവുന്ന കുടുംബം അത് സമൂഹത്തിന്റെ ഒരു ധാർമ്മികമായ മതിൽക്കെട്ടാണ്, സമൂഹത്തിന്റെ ധാർമ്മികമായ ഒരു തൂണാണ്. ആ ധാർമ്മികമായ തൂണ് നിലനിർത്തുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ വിവാഹം എന്നുള്ള കുടുംബത്തിനകത്ത് പിന്നെ അവിടെ സുരക്ഷിതത്വം അനുഭവിക്കുന്ന 3 കൂട്ടരുണ്ട്: സ്ത്രീകളും വൃദ്ധരും കുട്ടികളുമാണ്. കുടുംബം എന്ന സംവിധാനം ഇല്ലാതായാൽ ഈ 3 കൂട്ടരും ചൂഷണം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിന് പുറത്ത് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ വൃദ്ധര് കുടുംബത്തിനകത്ത് അനുഭവിക്കുന്ന ഒരുപാട് ആശ്വാസമുണ്ട്, ഒരുപാട് സമാധാനമുണ്ട്. ഇതെല്ലാം ഇപ്പോ ആധുനിക മാതൃകയിലുള്ള വൃദ്ധസദനങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് നമ്മൾ പൈസ കൊടുത്ത് അവരെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കാൻ, എന്നിട്ട് മക്കളിങ്ങനെ വിദേശത്ത് പോയി നിൽക്കുന്ന ഒരു ട്രെൻഡ് വളരെ കൂടി വരികയാണ്. അപ്പൊ അതിനനുസരിച്ച് വിദേശത്തുള്ള ആധുനിക രൂപത്തിലുള്ള വൃദ്ധസദനങ്ങൾ, കമ്മ്യൂണിറ്റി ലിവിംഗ്, സീനിയർ സിറ്റിസൺ ലിവിംഗ്, റിട്ടയർമെന്റ് ഹോംസ് എന്നൊക്കെയുള്ള പേരിൽ 5 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടി ഇപ്പം നമ്മുടെ നാട്ടിലടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പല ജില്ലകളിലും അത് ഓപ്പൺ ആയി കഴിഞ്ഞു. അപ്പോ കൊച്ചിയിലും കോട്ടയത്തും പാലക്കാടൊക്കെ നിലവിൽ ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പൊ ഈ രൂപത്തിലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ അത് സത്യത്തിൽ കുടുംബങ്ങൾ ഇല്ലാതാവുമ്പോൾ വൃദ്ധരെ പുറത്തേക്ക് കിട്ടുമ്പോൾ അതൊരു ബിസിനസ്സാണ്. സ്ത്രീകളെ കുടുംബം ഇല്ലാതാവുമ്പോൾ പുറത്തേക്ക് കിട്ടുന്നത് സത്യത്തിൽ അത് സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള ഒരു ബിസിനസ്. അത് വേറെ തന്നെ വലിയൊരു ഏരിയയാണ്. അതേപോലെ ആലോചിച്ച് നോക്കുക, കുട്ടികളെ ഏറ്റവും കൂടുതൽ ലഹരി പിന്നെ മാഫിയകൾ ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ്. വളരെ കുറച്ച് ശതമാനം, നമ്മൾ ഇത്രയും തൂഫാന്റെ പേരിൽ ഇത്രയും അറസ്റ്റുകൾ നടക്കുമ്പോഴും വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇപ്പോഴും ഒരു ടോട്ടൽ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ അതിൽ പോകുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള കുട്ടികളൊന്നും പോകാത്ത അവർ കുടുംബത്തിൽ വളരെ അറ്റാച്ച്ഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ആ കുടുംബത്തിൽ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ അധാർമിക പ്രവൃത്തിയിലേക്ക് പോകുന്നത് കുറയും. ഈ കുടുംബം എന്നുള്ള സംവിധാനം ഇല്ലെങ്കിൽ കുട്ടികൾ എത്രയായിരിക്കും അതിലേക്ക് പോകാൻ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അഥവാ കുടുംബം എന്നുള്ള സംവിധാനം ഇല്ലാതായാൽ വിവാഹത്തിന് പുറത്ത് ജനിക്കുന്ന കുട്ടികൾ, അവരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അവർ ലഹരിയിലേക്ക് പോകുന്നതിന്റെ എണ്ണം, അതൊക്കെ വിദേശ രാജ്യത്തെ കണക്കുകൾ വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ സ്ത്രീകളും കുട്ടികളും അതേപോലെ തന്നെ വൃദ്ധരെയും എല്ലാം ചൂഷണം ചെയ്യാൻ പുറത്ത് വലിയ സംഘങ്ങളുണ്ട്. അവരുടെയൊക്കെ താല്പര്യം ഈ കുടുംബങ്ങൾ ഇല്ലാതാകണം എന്നുള്ളതാണ്, വിവാഹങ്ങൾ നടക്കാതിരിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി വ്യാപകമായ ക്യാമ്പയിനുകൾ നടക്കുന്നത് മനസ്സിലാക്കുക. അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാം. 1961 US പിന്നെ ബ്രത്തി ഫ്രൈഡന്റെ പിന്നെ ദ ഫെമിനൈൻ മിസ്റ്റിക് എന്നുള്ള പുസ്തകം പുറത്തിറങ്ങണം. ദ ഫെമിനൈൻ മിസ്റ്റിക് എന്നുള്ള പുസ്തകം പുറത്തിറങ്ങുമ്പോൾ അതുവരെ നമ്മൾ 1950-കളിലൊക്കെ US കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ നാട്ടിലെ പോലെ തന്നെ വളരെ ശക്തമായി കുടുംബ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ പിന്നെ കുടുംബ സംവിധാനം നിലനിൽക്കുന്ന സ്ഥലത്തേക്കാണ് 1961 ഫെമിനൈൻ മിസ്റ്റിക് എന്ന ബെറ്റി ഫ്രൈഡന്റെ പുസ്തകം ഇറങ്ങുന്നത്. ആ പുസ്തകത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവര് ഇങ്ങനെ ആ പുസ്തകം തുടങ്ങുന്നത് തന്നെ അതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് തന്നെ ദ പ്രോബ്ലം ഹാസ് നോ നെയിം എന്നാണ്. പേരിടാൻ പറ്റാത്തൊരു പ്രശ്നം അത് നമ്മളുടെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അവരിങ്ങനെ പറയണം, സ്ത്രീകളെ നിങ്ങൾ ആലോചിക്കണം,
നിങ്ങൾ എന്തോ ഒരു അസ്വസ്ഥതല്ലേ, നിങ്ങൾ എന്തോ പ്രയാസം അനുഭവിക്കുന്നില്ലേ, നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും വില കിട്ടുന്നുണ്ടോ? നിങ്ങൾ നോക്ക്, പുരുഷൻ എന്തൊക്കെ ആസ്വദിക്കുന്നു, അവരെവിടെയൊക്കെ യാത്ര ചെയ്യുന്നു, എന്തൊക്കെ വസ്ത്രം ധരിക്കുന്നു, എവിടെയൊക്കെ ഭക്ഷണം കഴിക്കുന്നു, അവരുടെ ആരുടെയൊക്കെയോ കൂടെ പോകുന്നു. നിങ്ങൾ ഇതേപോലെ വീട്ടിലിരുന്നാൽ മതിയോ? നിങ്ങൾക്കും ഇതേപോലെ ആസ്വദിക്കണ്ടേ? അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു അസ്വസ്ഥതല്ലേ, നിങ്ങൾ എന്തോ പ്രയാസം അനുഭവിക്കുന്നില്ലേ? ഇതിങ്ങനെ ചോദിച്ച് ചോദിച്ച് അത് അത് പിന്നീട് സെക്ഷൽ റവലേഷനിലേക്കും വലിയ ആഘാതങ്ങളിലേക്ക് പോവുകയും അതിന്റെ എല്ലാ കെടുതികളും സ്ത്രീകൾ അനുഭവിക്കും. അവിടെ പിന്നെ വിവാഹങ്ങൾ, കുറഞ്ഞ വിവാഹത്തിന് പുറത്തുള്ള കുട്ടികൾ ജനിക്കുന്നത് കൂടി, ടീനേജ് പ്രഗ്നൻസി കൂടി, പിന്നെ അബോർഷൻസ്, ടീനേജ് അബോർഷൻസ് കൂടി, അതല്ലാത്ത അബോർഷൻസ് കൂടി, അവിടെ ഫോണോഗ്രഫി കൂടി, അവിടെ സ്ത്രീകൾ ഒരുപാട് സെക്ഷലി എക്സ്പോസ് ചെയ്യപ്പെട്ടു, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു, പിന്നെ മൈനർ ആയിട്ടുള്ള പെൺകുട്ടികൾ ഒരുപാട് പോണോഗ്രഫിയിലേക്ക്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അവസാനം അതിൽ പലരും പിന്നീട് അത് തിരുത്തി പറയേണ്ട അവസ്ഥയിലേക്ക് വരെ 1990-കൾക്ക് ശേഷം നമുക്ക് അവിടുന്ന് കാണാൻ കഴിയും. ഇതൊന്നും ഒരു പെണ്ണിന്റെ ചോയ്സ് ആയിരുന്നില്ല, ഇതൊക്കെ ഒരു ഇല്യൂഷൻ ഓഫ് ചോയ്സ് ആയിരുന്നു, ഇത് പുരുഷാധിപത്യം നമ്മളുടെ മേലെ കെട്ടിവെച്ചതാണ്, എന്നിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നൊക്കെ പറയുന്ന ഫെമിനിസ്റ്റുകൾ വരെ അവരെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടായി വന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പോ 1961 അമേരിക്കയിലെ കുടുംബത്തിനകത്ത് കഴിയുന്ന പെണ്ണുങ്ങളോട് അവർ സംസാരിച്ച അതേ വാക്ക് ഈ 2025 നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകളോട് സംസാരിക്കുകയാണ്. 2025 ജനുവരിയിലെ കേരളത്തിലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ മാസികയുടെ മുഖപത്രമായിട്ട് അതിന്റെ പിന്നെ കവറിൽ വന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ഡോണ്ട് മാരി, ബി ഹാപ്പി. ഡോണ്ട് മാരി, ബി ഹാപ്പി. നിങ്ങൾ വിവാഹം കഴിക്കരുത്, സന്തോഷമായിട്ടിരിക്കൂ. എന്നിട്ട് അതിൽ 4 ഫെമിനിസ്റ്റുകളുടെ പിന്നെ ലേഖനങ്ങളുണ്ട്. അതിലൊരു ലേഖനത്തിന്റെ തലക്കെട്ട് 1961 അമേരിക്കയിൽ ബെറ്റി ഫ്രേഡൻ പറഞ്ഞ അതേ വാക്ക് ഇവിടെ പറയാണ്. അവർ പറയാണ്, ആ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ തന്നെ ഇനി നാം വീടുകൾക്ക് തീ കൊളുത്തുക എന്നാണ്. ഇനി നമ്മൾ വീടുകൾക്ക് തീ കൊളുത്തുക. കേരളത്തിലെ പെണ്ണുങ്ങളോട് ആഹ്വാനം ചെയ്യാണ് ഒരാൾ, ഇനി നാം വീടുകൾക്ക് തീ കൊളുത്തുക. എന്നിട്ട് അവരതിൽ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കുടുംബത്തിനകത്ത് എന്തോ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഈ വീടിന് തീ കൊളുത്തുക. ഈ വീടിന് തീ കൊളുത്തുക എന്ന് പറഞ്ഞാൽ ഈ കുടുംബം പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങും, എന്നിട്ട് നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കൂ എന്ന് പച്ചക്ക് പറയാണ്. അത് പറയാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താണോ ഒരു 60 വർഷം മുമ്പ് അമേരിക്കയിൽ നടന്നത്, അത് ഇന്ന് നമ്മൾ ഇവിടെ എടുത്തു കൊണ്ടുവരികയാണ്. ഇനി ഒരു 60 വർഷം കഴിഞ്ഞാൽ നമ്മളും ഇത് ഇവിടെ മാറ്റി പറയേണ്ടി വരും. ഈ സ്ത്രീകളുടെ ഭാഗത്ത് തന്നെ വന്നിട്ട് ഇതൊക്കെ മാറ്റി പറയുന്നു. പക്ഷെ അത് മാറ്റി പറയണമെങ്കിൽ ഇതിന്റെ കെടുതികൾ മുഴുവനും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനുഭവിക്കുമ്പോൾ കുറെ ആളുകൾ ഇത് തിരുത്തി പറയാൻ തുടങ്ങും. ആ ഒരു മോഡിലേക്കാണ് ഇപ്പൊ നമ്മളെ സൊസൈറ്റിയും പോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ പഴകി പുളിച്ച ഒരുപാട് പാശ്ചാത്യൻ വാദങ്ങൾ നമ്മളെ നാട്ടിലേക്ക് എടുത്തുകൊണ്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധ മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ളതാണ്. എന്റെ ശരീരം എന്റെ ഇഷ്ടല്ലേ, എനിക്കിഷ്ടമുള്ള പോലെ നടന്നൂടെ എന്നത് ലോകം കണ്ട, 20-ാം നൂറ്റാണ്ട് കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യം. ആ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യം നമ്മളുടെ പെൺകുട്ടികള് ഇന്ന് നിരന്തരം മാതാപിതാക്കളോടും അധ്യാപകരോടും മുതിർന്നവരോടും സമൂഹത്തോടും വിളിച്ചു പറയുന്നത് നമ്മൾ കാണും. അത് അവരുടെ ചോയ്സ് അല്ല, സത്യത്തിൽ അവര് ഒരു പുരുഷാധിപത്യ കെണിയിൽപ്പെട്ടതാണെന്നുള്ളതാണ്. ഇതിന്റെ പേരിലാണ് വിവാഹങ്ങൾ നടക്കാറ്. ഈ വിവാഹങ്ങൾ നടക്കാതിരിക്കുന്നത് വലിയ സാമൂഹിക ആഘാതങ്ങൾ ഉണ്ടാക്കും. ഒരു രാഷ്ട്രം തന്നെ തകരും. അതിന്റെ ഉദാഹരണമാണ് ജപ്പാനും ചൈനയൊക്കെ. അവരൊക്കെ അവിടുത്തെ പെണ്ണുങ്ങളോട് നിങ്ങൾ വിവാഹം കഴിക്കുന്നു, പ്രസിഡന്റ് വന്ന് പറയുകയാണ്. ഒരു രാജ്യത്തെ പ്രസിഡന്റ് വന്നിട്ട് സ്ത്രീകളോട് പറയാണ്, നിങ്ങളൊന്ന് വിവാഹം കഴിച്ചിട്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ ഈ ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ മാസം അവിടുത്തെ സർക്കാർ ഒരു ഓഫർ വെച്ചു. എന്താണെന്നറിയോ? ഏതെങ്കിലും കുടുംബത്തിൽ മൂന്നാമത്തെ കുട്ടി ജനിച്ചാൽ 30,000 രൂപ പിന്നെ സർക്കാർ പ്രതിഫലം കൊടുക്കും. 4-ാമത്തെ കുട്ടി ജനിച്ചാൽ 40,000 രൂപ പ്രതിഫലം കൊടുക്കും. കഴിഞ്ഞ മാസം ആന്ധ്രാപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ്? കുട്ടികൾ പുതിയത് ജനിക്കുന്നില്ല. അത് രാഷ്ട്രത്തെ സംബന്ധിച്ച്, സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അപ്പോ ഇത് നമ്മൾ വിവാഹം കഴിക്കാതെ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് ഏത് നാട്ടിലെ ജീവിക്കുക? ഒരു രാഷ്ട്രം മുഴുവൻ സാമ്പത്തികമായി തകർന്നിട്ട് എനിക്ക് മാത്രം വലിയ ജോലി എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? ഈ ഒരു സാമൂഹിക ആഘാതം നമ്മളെ മക്കളെ മനസ്സിലാക്കണം. നമുക്ക് ചെയ്യാനുള്ള, മാതാപിതാക്കൾക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ, വളർന്നു വരുന്ന പെൺകുട്ടികൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഏറ്റവും നല്ല, ഏറ്റവും സുന്ദരമായ ഒരു ദാമ്പത്യ ജീവിതം അവർക്ക് മാതൃകയായി അവരുടെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതം കണ്ടിട്ട് അവർ തീരുമാനിക്കണം, എനിക്കും വേണം ഒരു വിവാഹം കഴിക്കുക എന്ന്. നമ്മൾ പെൺകുട്ടി നമ്മളുടെ ജീവിതം കണ്ടിട്ട് പറയുന്ന രൂപത്തിലേക്ക് നമ്മളുടെ കുടുംബ ജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.